നിന്റെ ചങ്ങല അഴിഞ്ഞു വീഴും. നിന്റെ വാതിൽ തുറന്ന് മാത്രമല്ല, നിന്റെ അവിടെ ബന്ധിച്ചിരുന്ന ചങ്ങലകൾ അഴിഞ്ഞു വീണിട്ട് നീ പൂർണ്ണ സ്വതന്ത്രനാകും. മാത്രമല്ല, ഹല്ലേലൂയ, നീ പാടുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത് കണ്ടുകൊണ്ടിരുന്ന കുറെ കൂട്ടുപ്രതികൾ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേറെ കുറച്ച് ചങ്ങലയിൽ കിടക്കുന്നവരുണ്ടായിരുന്നു. അവരുടെയും ചങ്ങല അഴിഞ്ഞു വീഴും. ഹല്ലേലൂയ. നിന്റെ ചങ്ങല അഴിയുക മാത്രമല്ല, നിന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട്. അവരുടെ ചങ്ങലയും അഴിഞ്ഞു വീഴും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ തന്നെ ചങ്ങലയോ വാതിലോ ഒന്ന് തുറന്നു കിട്ടിയാൽ മതിയായിരുന്നു. ഹല്ലേലൂയ. കൂടുള്ളവന്റെ അഴിയുന്നത് രണ്ടാമത്തെ വിഷയമാണ്. പക്ഷേ ഇവിടെ ശീലാസിന്റെയും പൗലോസിന്റെയും ചങ്ങല അഴിഞ്ഞപ്പോൾ മനസ്സിലാക്കണം, അവരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ടായിരുന്നു. ഹല്ലേലൂയ. കണ്ടോണ്ടിരിക്കുന്നവന്റെ ചങ്ങല അഴിയും. ഹല്ലേലൂയ. നമ്മളെ കണ്ടോണ്ടിരിക്കുന്നവന്റെ ചങ്ങല മുറുകുകയല്ല ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളെയൊക്കെ കണ്ടോണ്ടിരിക്കുന്നവന്റെ ചങ്ങല ഒരു കെട്ടൂടെ വീണ് മുറുകത്തേ ഉള്ളൂ. കാരണം എന്താ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളത് മനസ്സിലാക്കണം. നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ചങ്ങല വീഴും. നീ ദൈവത്തിന്റെ സന്നിധിയിൽ പൗലോസിനെ പോലെ, ശീലാസിനെ പോലെ, ഹല്ലേലൂയ, നീ ഒന്ന് പ്രാർത്ഥിക്കുകയുമെങ്കിൽ, നീ ഒന്ന് സ്തുതിക്കുമെങ്കിൽ നിന്റെ ചങ്ങല അഴിഞ്ഞു വീഴും. ശ്രദ്ധിച്ചു നോക്കിയേ. ഒരു കാവൽക്കാരൻ, അവൻ ഭയപ്പെട്ടു പോയി. അവൻ നോക്കിയപ്പോഴെന്താ സംഭവിച്ചേ? വാതിലൊക്കെ തുറന്നു കിടക്കുന്നു, ഇരുട്ടാണ്, ഒന്നും കാണുവാനില്ല. എല്ലാവനും രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് അവൻ തന്നെത്താനെ മരിക്കുവാൻ തയ്യാറായി. ഹല്ലേലൂയ. ഒരു ജോസഫിന്റെ കയ്യിലെ ചങ്ങല വീണു. ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം 20 വാക്യം ഒന്ന് വായിച്ചാട്ടെ. യോസഫിന്റെ യജമാനൻ അവനെ പിടിച്ച് രാജാവിന്റെ ബദ്ധന്മാർ കിടക്കുന്ന കാരാഗ്രഹത്തിലാക്കി. അങ്ങനെ അവൻ കാരാഗ്രഹത്തിൽ കിടന്നു. മതി. ജോസഫിനെ ഇവിടെ നമ്മൾ കാണുന്നു. അവന്റെ യജമാനൻ അവനെ കാരാഗ്രഹത്തിൽ ആക്കി. ഹല്ലേലൂയ. ഇനി 41 അധ്യായം 14 വാക്യം. ഉടനെ ഫറവോൻ ആളയച്ച് യോസഫിനെ വിളിച്ചു. അവർ അവനെ വേഗത്തിൽ കുണ്ടറയിൽ നിന്ന് ഇറക്കി. അവൻ ക്ഷൗരം ചെയ്യിച്ച് വസ്ത്രം മാറി ഫറവോന്റെ അടുക്കൽ ചെന്നു. 38 വാക്യം. നീ എന്റെ ഗ്രഹത്തിന് മേലധികാരിയാകും. നിന്റെ വാക്ക് എന്റെ ജനമെല്ലാം അനുസരിച്ച് നടക്കും. സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും എന്ന് പറഞ്ഞു. ഇതാ മിസ്രൈം ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ മേലധികാരിയാക്കിയിരിക്കുന്നു എന്നും ഫറവോൻ യോസഫിനോട് പറഞ്ഞു. ഫറവോൻ തന്റെ കയ്യിൽ നിന്ന് മുദ്രാമോതിരം ഊരി യോസഫിന്റെ കൈക്ക് ഇട്ടു. അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു. ഒരു സ്വർണ്ണ സരപ്പളിയും അവന്റെ കഴുത്തിലിട്ടു. തന്റെ രണ്ടാം രഥത്തിൽ അവനെ കയറ്റി മുട്ടുകുത്തുവീരെന്ന് അവന്റെ മുമ്പിൽ വിളിച്ചു പറയിച്ചു. ഇങ്ങനെ അവനെ മിസ്രൈം ദേശത്തിനൊക്കെയും മേലധികാരിയാക്കി. മതി. നോക്കണം. ഒരു ഘട്ടത്തിൽ ജോസഫിനെ അവന്റെ യജമാനൻ തന്നെ എവിടെയാക്കി? കാരാഗ്രഹത്തിൽ ആക്കി. പ്രശ്നം ഇവിടെയാ. ജോസഫിനെ കാരാഗ്രഹത്തിലാക്കിയ യജമാനൻ ആരായിരുന്നു? നിന്നെയും എന്നെയും പലപ്പോഴും കാരാഗ്രഹത്തിന്റെ ഉള്ളിൽ ആക്കുന്ന യജമാനൻ ആരാണ്? പലപ്പോഴും നീ ഏത് യജമാനന്റെ കൂടെ പ്രവർത്തിക്കുന്നത് കൊണ്ടാ കാരാഗ്രഹത്തിലാകുന്നത്. ഇവിടെ ജോസഫിന്റെ യജമാനൻ പൊത്തിപ്പേർ ജോസഫിനെ ഒരു കാലഘട്ടത്തിൽ എന്ത് ചെയ്തു? കാരാഗ്രഹത്തിലാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോസഫിന്റെ യജമാനൻ പൊത്തിപ്പേർ ആണെങ്കിലും അവന്റെ ദൈവം അവനെ അവിടുന്ന് വിടുവിച്ചു. കാരാഗ്രഹത്തിൽ നിന്ന് വീണുകിടന്ന ആ ആമത്തിൽ നിന്ന് ദൈവം എന്ത് ചെയ്തു? അവനെ പുറത്തു കൊണ്ടുവന്നു. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ പലപ്പോഴും ഇതുപോലെ ചില കാരാഗ്രഹത്തിലായിട്ടുണ്ടെങ്കിൽ വിടുവിക്കുവാനായിട്ട് ജോസഫിന്റെ കൂടെ വന്ന ദൈവം നമ്മുടെ കൂടെ വരാറുണ്ടോ?
ആ വിഷയത്തിൽ നിന്ന് വിടുവിക്കുവാൻ നിന്റെ ദൈവം നിന്റെ കൂടെ ആ കാരാഗ്രഹത്തിൽ കടന്നു വന്ന് നിന്റെ വാതിൽ തുറന്നു തന്ന് നിന്റെ കൈകളെയും കാലുകളെയും ബന്ധിച്ചിരിക്കുന്ന ആമത്തെ അഴിച്ചു കളഞ്ഞ് നിന്നെ വിടുവിക്കാറുണ്ടോ? അതോ അതിന് ദൈവം കടന്നു വരാതെ നിന്റെ ജീവിതം മുഴുവനും അതിൽ കിടന്ന് നരകിക്കാനാണോ പ്ലാന്? നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കിയേ, ഞാൻ ഏത് ബന്ധനത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്? ഏതെങ്കിലും ബന്ധനം എന്റെ ജീവിതത്തിൽ വീണിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ കെട്ടഴിക്കണം. കെട്ടഴിച്ചിട്ട് 2009 ഒരു വലിയ പ്രതീക്ഷയുള്ള ഒരു വർഷമാക്കി മാറ്റിക്കാട്ടെ. ഹല്ലേലൂയ. നീ ഇരിക്കുന്ന ആമത്തിന്റെ ചങ്ങലകൾ, നിന്റെ കൈകളിൽ വീണിരിക്കുന്ന ചങ്ങലകൾ ഇന്ന് അഴിഞ്ഞു വീഴണം. ഹല്ലേലൂയ. മാത്രമല്ല, നിന്നെ ഉറ്റു ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട്. അവരുടെയും എന്ത് വേണം? ചങ്ങലകൾ അഴിയണം. നിന്നെ കണ്ടിട്ട് അവർ ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനും ചങ്ങലകൾ അഴിയുവാനും ഇടയാകണം. ദൈവത്തിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാനുള്ള സുവിശേഷം ഇതാ. കാരണം നീ ഒരുപാടത്ത് സുവിശേഷം പറയാനൊന്നും പോകണ്ട. നിന്റെ ചങ്ങല അഴിഞ്ഞു വീഴുന്നത് അവനൊന്ന് കണ്ടാൽ മതി. ഹല്ലേലൂയ. അതാ എന്റെയും നിന്റെയും സുവിശേഷം. നിന്റെ കൈകളിലെ ചങ്ങല അഴിഞ്ഞു വീഴുന്നത് മറ്റവനൊന്ന് കാണട്ടെ. നീ അവനോട് പോയി സുവിശേഷം പറയണ്ട. നിന്റെ ചങ്ങല അഴിഞ്ഞു വീഴുന്നത് അവനൊന്ന് കാണട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ചങ്ങലകൾ അഴിഞ്ഞു വീഴുന്ന ദിവസമാക്കി മാറ്റട്ടെ ദൈവം. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഒരു പൗലോസിന്റെയും ശീലാസിന്റെയും ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചത് എങ്ങനെയെന്ന് ഇന്ന് നമ്മൾ കേട്ടല്ലോ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രതിസന്ധികളാകുന്ന കാരാഗ്രഹത്തിന്റെ മുൻപിൽ നമുക്ക് ഒന്ന് പാടി സ്തുതിക്കുവാൻ കഴിയുമോ? എങ്കിൽ ഈ ദൈവം നമ്മുടെ അടുത്തേക്ക് കടന്നു വന്ന് നമ്മുടെ മേൽ നിന്ന് ചങ്ങലകളെ പൊട്ടിക്കുവാൻ ദൈവം സർവശക്തനാണ്. ഈ വചനം ഇന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമായി തീരട്ടെ. മാറി